കോഴിക്കോട് അധ്യാപികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. അലീന സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 വർഷമായി ശമ്പളം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് ബെന്നി പ്രതികരിച്ചു. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, 5 വർഷക്കാലം യാതൊരുവിധ പ്രതിഫലവും ചെയ്യുന്ന തൊഴിൽ ലഭിക്കില്ല എന്ന് പറയുന്ന എത്രത്തോളം നീതികേടാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലൊരു ആശ്വാസ വാക്കുകൾ കൊണ്ടുപോലും അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ നിയമനത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതിലൊന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലേ? എന്താണ് കുടുംബത്തിൻ്റെ ആരോപണവും പരാതിയും? ഗോകുൽ, ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അധ്യാപിക വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് 5 വർഷമായി ജോലി ചെയ്തിരുന്നു എങ്കിലും 1 രൂപ പോലും ആ പെൺകുട്ടിക്ക് ഈ മാനേജ്മെന്റ് നൽകിയിരുന്നില്ല, സ്കൂൾ അധികൃതർ നൽകിയിരുന്നില്ല. അവരെ സ്ഥിരപ്പെടുത്തുകയോ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ വലിയ വിഷമം അവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് ഈ ആത്മഹത്യ എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അലീനയുടെ വീട്ടിലാണ്. നമുക്കൊപ്പം അലീനയുടെ പിതാവ് ബെന്നി കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ 5 വർഷം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ലഭ്യമായില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്ന നിയമനം ഒരു ഡിസ്മിസ്ഡ് വേക്കൻസി എന്നാണ് പറഞ്ഞത്. ആ നിയമനം ശരിയായ നിയമനമല്ലായിരുന്നു. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടായി. അപ്പം വീണ്ടും പിറ്റത്തെ വർഷം പോയി ആവശ്യപ്പെട്ടു ഈ പോസ്റ്റ് ഒന്ന് മാറ്റിത്തരാൻ. അപ്പം മാനേജ്മെൻറ്റ് അത് ചെയ്തിട്ടില്ല. അപ്പം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ടീച്ചറെ ടെർമിനേഷൻ ചെയ്യണമെങ്കിൽ അതിന് കുറേ നടപടികളുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ ഒരു ടെർമിനേഷൻ വേക്കൻസി എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകാര്യമല്ല. പിന്നെ അതിൻ്റെ അപ്പീലൊക്കെ പോയി അങ്ങനെ 4 വർഷം അങ്ങോട്ട് ഓരോ വർഷം ആവശ്യപ്പെടുന്നു മാറ്റിത്തരണം. ഇതല്ലാതെ ഒന്നും മാറ്റിത്തരാനില്ല. അതിനുശേഷം ഒരുപാട് നിയമനങ്ങൾ നടത്തി. ഇതിനുശേഷം ജൂനിയറായിട്ട് വന്ന് എത്ര പേർക്ക് ശമ്പളം കിട്ടി. അതിനുശേഷം പള്ളി കമ്മിറ്റി ഇടപെട്ടതിന് ശേഷമാണ് കോടഞ്ചേരി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റം കിട്ടിയത്. അതും ശമ്പളം കിട്ടുന്ന ഘട്ടമായി എന്നാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് അറിയത്തില്ല. കാരണം ഞാനൊരു സാധാരണ കർഷകനാണ്. നമുക്ക് ഇതിനെപ്പറ്റി അത്രേ അറിയത്തുള്ളൂ കാര്യങ്ങളെപ്പറ്റി. ഇതുവരെ പണം കിട്ടിയിട്ടില്ല? പണം കിട്ടിയിട്ടില്ല, അത് ഉറപ്പാണ്. ആദ്യം ജോലി ചെയ്ത സ്കൂളിൽ നിന്ന് പണം വേണ്ട എന്ന് എഴുതി വാങ്ങിയെന്നാണ് അറിയുന്നത്. ആദ്യം സ്കൂളിൽ ചെയ്തവർ ആനുകൂല്യവും വേണ്ട, അങ്ങനെയാണെങ്കിൽ പുതിയ സ്കൂളിൽ ശമ്പളം കിട്ടുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന്, അതായത് താമരശ്ശേരി രൂപതയുടെ ഭാഗത്തുനിന്ന് ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയോ പിന്നെ ഇവർ ആദ്യം ചെയ്ത സ്കൂളിൽ ഒരു അധ്യാപകർ ആരെങ്കിലും സഹപ്രവർത്തകരൊന്നും ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ല. എന്നെ ഒന്ന് ഫോൺ ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ആളാണ്. അപ്പം ഈ സംഭവം നടന്ന് ഞാൻ ചാനലുകാർക്ക് ന്യൂസ് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നു. കാരണം കോടഞ്ചേരി സ്കൂളിലെ പ്രധാനാധ്യാപകൻ എന്തായാലും കോർപ്പറേറ്റ് ഓഫീസിൽ പോവുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം എന്നോട് പറഞ്ഞു കോർപ്പറേറ്റ് മാനേജ് ലീവാണെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫൊക്കെ ഇല്ലേ, അവരാരും എന്നെ ഒന്ന് വിളിച്ച് എന്താണ് സംഭവം, എന്താ പറ്റിയത്, അതിനെപ്പറ്റി ഒന്ന് വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മരണശേഷം ഇത് അലീന ബെന്നിയുടെ പിതാവാണ് ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. സാധാരണക്കാരനായ കർഷകനാണ്. ഈ നിയമനം സ്ഥിരമാക്കുന്നതിന് അല്ലെങ്കിൽ അതിന് സർക്കാർ അംഗീകാരം വാങ്ങിയെടുക്കുന്നതിൻ്റെ നൂലാമാലകളെ പറ്റിയൊന്നും ആ പാവം പിടിച്ച കർഷകൻ അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണം വരുന്നുണ്ട് അതിലേക്ക്. ഏതായാലും ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടിയില്ല, മാത്രമല്ല ലക്ഷങ്ങൾ കെട്ടിവെച്ച് അവിടെ ജോലി നേടിയതാണ്. അതിനുപോലും ചെയ്ത ജോലിയുടെ ശമ്പളം പോലും ലഭിക്കാതെ വർഷങ്ങളായി പണിയെടുക്കേണ്ടി വന്നതിൻ്റെ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ആ കുടുംബം, അലീനയുടെ കുടുംബം പറയുന്നത്. ഇല്ലാതിരിക്കണമെങ്കിൽ നടപടി വേണമെന്ന് തന്നെയാണ് എൻ്റെ കാരണം എനിക്ക് ഇതിൻ്റെ ജീവിക്കണം. എൻ്റെ മകൾ കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശിയായ അലീന ബെന്നിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് ജോലി ചെയ്ത സ്കൂളിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്കൂളിലും അങ്ങനെ 2 സ്കൂളുകളിലായി 5 വർഷത്തോളം ജോലി ചെയ്തു. പക്ഷേ ഇതുവരെയും ശമ്പളം ലഭിച്ചിട്ടില്ല, 1 രൂപ പോലും എന്ന മനോവിഷമത്തിലാണ് അലീന ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. അത് തള്ളുകയാണ് താമരശ്ശേരി അതിരൂപത. പക്ഷേ എന്തുകൊണ്ട് ഇത്ര കാലവും ആ നിയമനം സ്ഥിരപ്പെടുത്തിയില്ല അല്ലെങ്കിൽ അതിന് അംഗീകാരം വാങ്ങിക്കൊടുത്തില്ല എന്ന് ബന്ധപ്പെട്ടവർ ഇപ്പോഴും വ്യക്തമായൊരു മറുപടി നൽകുന്നുമില്ല.